ഓം നമോ ഭഗവതേ വാസുദേവായ. 36-ാം ദശകത്തിൽ പരശുരാമചരിതമാണ് വർണ്ണിച്ചിരിക്കുന്നത്. പണ്ട് അത്രി മഹർഷിയുടെ പുത്രനായി ദത്തൻ എന്ന പേരിൽ അങ്ങ് ജനിച്ചു. ശിഷ്യന്മാരുടെ ശല്യം നിമിത്തം മനസ്സമെടുത്ത അങ്ങ് പത്നിയുമായി ആത്മധ്യാനത്തിൽ മുഴുകി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഹേഹേ രാജാവായ കാർത്തവീര്യാർജുനനെ കാണുകയും അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യങ്ങൾ നൽകുകയും അവസാനം താൻ തന്നെ കാർത്തവീര്യാർജുനെ വധിക്കുകയും ചെയ്യാം എന്ന് വരം കൊടുക്കുന്നു. കാർത്തവീര്യാർജുനൻ്റെ ബ്രാഹ്മണ വിദ്വേഷം മൂലമുള്ള ശല്യം നിമിത്തം അങ്ങ് ഭൃഗുകുലത്തിൽപ്പെട്ട ജമദഗ്നിയുടെയും രേണുകയുടെയും ഇളയ സന്താനമായി രാമൻ എന്ന നാമത്തിൽ ജനിച്ചു. അങ്ങയ്ക്ക് 14 വയസ്സായപ്പോൾ മാതാവായ രേണുകയ്ക്ക് ചിത്രരഥൻ എന്ന ഗന്ധർവരാജനിൽ കാമം തോന്നിയത് കണ്ട് ജമദഗ്നി കോപിച്ചപ്പോൾ ജമദഗ്നിയുടെ നിർദ്ദേശാനുസരണം അങ്ങ് മാതാവിനെയും സഹോദരന്മാരെയും കൊല്ലുകയും പിന്നെ ശാന്തനായി തീർന്ന പിതാവിനോട് ഇവരെ ജീവിപ്പിക്കാനും ആവശ്യപ്പെട്ടു. അങ്ങ് മാതാവായ രേണുകയുടെ ആവശ്യാർത്ഥം പരമശിവനെ സന്തോഷിപ്പിച്ച് ദിവ്യായുധങ്ങൾ നേടുകയും അകൃതവ്രണൻ എന്നു പേരായ മഹർഷിയെ മിത്രമായി നേടുകയും ചെയ്തു. വേട്ടയാടാൻ വനത്തിലെത്തിയ കാർത്തവീര്യാർജുനനെ ജമദഗ്നി മഹർഷി കാമധേനുവിൻ്റെ അനുഗ്രഹത്താൽ നന്നായി സൽക്കരിച്ചു. പിന്നീട് തിരിച്ചെത്തിയ രാജാവിനോട് മന്ത്രി ദിവ്യമായ പശു രാജാവിനുള്ളതാണ്, അതുകൊണ്ട് അത് നേടുക തന്നെ വേണം എന്ന് പറഞ്ഞു. കാർത്തവീര്യാർജുനൻ മന്ത്രിയെയും സൈന്യാധിപന്മാരെയും അങ്ങോട്ട് ജമദഗ്നി മഹർഷിയുടെ അടുക്കലേക്ക് അയച്ച് ജമദഗ്നി മഹർഷി അവരെ തടഞ്ഞു. എന്നാൽ ആ യുദ്ധത്തിനിടയിൽ ജമദഗ്നി മഹർഷി കൊല്ലപ്പെടുകയും അത് കണ്ട് കാമധേനു അനവധി ഭടന്മാരെ ഉണ്ടാക്കി ഇവരെ സൈന്യങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു. എന്നാൽ മന്ത്രിയാകട്ടെ കാമധേനുവിൻ്റെ പുത്രി കിടാവിനെ കട്ടുകൊണ്ടുപോകുന്നു. ശുക്രാചാര്യനിൽ നിന്ന് പുനർജീവൻ കിട്ടിയ ജമദഗ്നി മഹർഷി പറഞ്ഞത് കേട്ട് പരശുരാമൻ അകൃതവ്രണനോടുകൂടി കാർത്തവീര്യാർജുനനോട് യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ 10,000 പുത്രന്മാരെ കൊല്ലുകയും അവസാനം കാർത്തവീര്യാർജുനനെ തന്നെ കൊല്ലുകയും ചെയ്തു. ഈ കാർത്തവീര്യാർജുനൻ വളരെയധികം ബലവാനും 1000 കൈകളോടുകൂടിയവനുമാണ്. കാർത്തവീര്യാർജുനൻ നർമ്മദാ നദി കൈകളാൽ തടഞ്ഞു വെച്ച് കളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നദിയുടെ താഴെ ഭാഗത്ത് രാവണൻ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. ഇത് കണ്ട് കാർത്തവീര്യാർജുനൻ കൈകളെടുക്കുകയും അപ്പോഴുണ്ടായ ശക്തമായ ജലപ്രവാഹത്താൽ രാവണൻ നട്ടം തിരിയുകയും ചെയ്തു, ഒഴുകിപ്പോവുകയും ചെയ്തു. ഇതിൽ കുപിതനായി രാവണൻ കാർത്തവീര്യാർജുനനോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ കാർത്തവീര്യാർജുനൻ രാവണനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടയ്ക്കുന്നു. അത്രയും ശക്തനായ
രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ. അങ്ങനെയുള്ള കാർത്തവീര്യാർജുനെ വധിച്ച് മോക്ഷം അങ്ങ് കൊടുത്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെയും കൂടി അനുഗ്രഹിക്കണേ എന്ന് പട്ടേരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. അത്രേഹേ പുത്രതയാ പുരാത്വമനസൂയായാം ഹി ദത്താഭിദോ ജാത ശിഷ്യനിബന്ധതന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാം ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാഗാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിഥ സ്വേനൈവ ചാന്തേ വധം. സത്യം കർത്തും അഥാർജുനസ്യ ച വരം തച്ഛക്രിമാത്രാനതം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തുശ്ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേം രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാസമ്മതം ലബ്ധാംനായാഗണശ്ചതുർദശവയാം ഗന്ധർവരാജേ മനാഗാസകൃതാം കില മാതരം പ്രതി പിതൃകോഥാകുലസ്യാജ്ഞയാ താദാജ്ഞാദിക സോദരൈ സമമിമാം ചിത്വാധ ശാന്താൽപിതുസ്തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേദാഗ്വരാൻ. പിത്രാ മാതൃമുദേ സ്തവാഹൃതവിയദ്ധോ നോ നിജാതാശ്രമാൽ പ്രസ്ഥായാത ഭൃഗോർഗിരാ ഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമ സ്വാശ്രമം. ആഖേടോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പൽഗണൈസ്തുൽപിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സചിവം ന്യയുക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോമോ ഹൃത ശുക്രോ ജീവിത താതവാക്യചലിത ക്രോധോധസഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢസവാഹയം തൃകരഥം മാഹിഷ്മതീം മാവിശൻ വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപതോ സംഭ്രാസ്തുധാ സങ്കരം. പുത്രാണാം അയുതേന സപ്തദശഭിः സാ ച അക്ഷൗഹിണിഭിർമഹാം സേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധന സദ്യസ്ത്വൽക്കുഠാരബാണവിദളിന്നിശേഷസൈന്യോൽക്കരോ ഭീതിപ്രദ്രുത
നഷ്ടശിഷ്ടതനയസ്ത്വാമാപദധ്യേഹയ ലീലാവാരിതം നർമ്മദാജലവലല്ലാംഗേ ലങ്കേശഗർവാപഹ ശ്രീമൽബാഹു സഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷമവധി സോഗാൽപരം തേ യേ പദം ഭൂയോമർഷിതഹേഹയാത്മജഗണേസ്താതേ ഹതേ രേണുകാമാഘ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരധായുധസ്ത്വമകൃധ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം താത്വോ ജീവനകൃനൃപാലകകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാഥ സമന്തപഞ്ചകമഹാരക്തഹൃദൗഖേ പിതൃൻ യജ്ഞേഷ്മാം അപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോമും നിഹനിഷ്യനീതീതി ശമിതോ യുദ്ധാൽ കുമാരൈർഭവാൻ ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൽ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈഃ ധ്യാതേഷ്വസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാദുൽസാര്യോദ്ധൃത കേരളോ ഭൃഗുപതേ വാതീയേശ സംരക്ഷ മാം. 36-ാം ദശകം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ